നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്ന 15 വർഷത്തിനുള്ളിൽ ഗൾഫ് രാജ്യങ്ങൾ താറുമാറാകും. ഗൾഫ് രാജ്യങ്ങളിലെ സമ്പത്ത് ഇല്ലാതാകും. മുന്നറിയിപ്പ് നൽകുന്നത് മറ്റാരുമല്ല. ആ വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. എണ്ണയെ ആശ്രയിച്ചു കഴിയാതെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ 15 വർഷത്തിനുള്ളിൽ ഗൾഫിന്റെ സമ്പത്ത് ഇല്ലാതാകുമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയുടെ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നത്. പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ചിലവുകൾ വെട്ടിച്ചുരുക്കാനും വ്യാപകമായ നികുതി ഏർപ്പെടുത്താനും ഗൾഫ് രാഷ്ട്രങ്ങൾ തയ്യാറാവണമെന്നും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ എണ്ണയുടെ ഭാവിയും സാമ്പത്തിക സ്ഥിരതയുമെന്ന പഠന റിപ്പോർട്ടിൽ IMF അഭിപ്രായപ്പെടുകയും ചെയ്തു. നിലവിലെ സാമ്പത്തിക നയങ്ങൾ തുടർന്നാൽ 15 വർഷത്തിനുള്ളിൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ സമ്പത്ത് പൂർണ്ണമായും ഇല്ലാതാകുമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. എണ്ണയുടെ ആവശ്യകതയിലും വിലയിലും ഉണ്ടാകുന്ന ഇടിവുമായി പൊരുത്തപ്പെടണം. ആഴത്തിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയല്ലാതെ മുന്നിൽ വേറെ വഴികളും ഇല്ലെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ സർക്കാർ ചിലവുകൾ വെട്ടിച്ചുരുക്കണമെന്നും വ്യാപകമായി നികുതി ഏർപ്പെടുത്താൻ ഗൾഫ് രാഷ്ട്രങ്ങൾ തയ്യാറാവണമെന്നും പഠന റിപ്പോർട്ടിൽ അന്താരാഷ്ട്ര നാണയനിധി കൃത്യമായി പറയുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം GCCയിൽ കേവലം 0.7% സാമ്പത്തിക വളർച്ചയാണ് IMF രേഖപ്പെടുത്തിയിട്ടുള്ളത്. തന്നെ 2018 ഇത് 2%. എണ്ണവില തകർച്ചയ്ക്ക് മുമ്പ് 4% വരെ സാമ്പത്തിക വളർച്ചയുണ്ടായിരുന്ന സ്ഥാനത്താണിതെന്നാണ് ഏവരെയും ഞെട്ടിക്കുന്നത്. പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ എണ്ണ ഉൽപാദനം കൂടുകയും വിപണിയിൽ വിതരണം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആഗോള എണ്ണ വിപണി അനിവാര്യമായ മാറ്റങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച ആശങ്കകൾ ശക്തമായിക്കൊണ്ടിരിക്കെ എണ്ണയിൽ നിന്നും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് ചുവടുമാറ്റം നടത്തുകയാണ് ലോകം എന്നതും ശ്രദ്ധേയം. ഇത് GCC മേഖലയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് തീർത്തും വെല്ലുവിളിയാണെന്നും എണ്ണയുടെ ആവശ്യകതയിലും വിലയിലും ദീർഘകാലത്തേക്ക് ഉണ്ടാകാൻ പോകുന്ന ഇടിവുമായി പൊരുത്തപ്പെടണമെന്നും അന്താരാഷ്ട്ര നാണയനിധി അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. ഇതുകൂടാതെ 2014 $100 ബില്യൺ ആയിരുന്ന GCC മേഖലയിലുള്ള സർക്കാരുകളുടെ സാമ്പത്തിക ബാധ്യത 2018 $400 ബില്യൺ വർദ്ധിച്ചു. സ്ഥിതിഗതികൾ ഇതേ രീതിയിൽ തുടർന്നാൽ മേഖലയുടെ മൊത്തം ആസ്തി 2034ഓടെയോ അതിനു മുമ്പായോ പൂർണ്ണമായും ഇല്ലാതാകും. ഇത് GCCയെ കടക്കണിയിലേക്ക് വീഴ്ത്തും. ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് സബ്സിഡി വെട്ടിക്കുറയ്ക്കലും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കലും മൂല്യവർദ്ധിത നികുതി അടക്കമുള്ള നികുതി വ്യതിയാനങ്ങൾ ഏർപ്പെടുത്തലുമടക്കം സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതികളും പരിഷ്കാരങ്ങളും മിക്ക GCC രാജ്യങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നിലവിലെ പരിഷ്കാരങ്ങൾ മേഖലയെ നേരായ പാതയിലൂടെയാണ് നയിക്കുന്നതെങ്കിലും പരിഷ്കാരങ്ങളുടെ വേഗത കൂട്ടേണ്ടത് അത്യാവശ്യമാണെന്ന് അന്താരാഷ്ട്ര നാണയനിധി അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.